പത്തനംതിട്ട ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയായ അപ്പർ കുട്ടനാട് ഉൾപ്പെടുന്ന തിരുവല്ല താലൂക്കിൽ പ്രളയജലം ഇറങ്ങി തുടങ്ങി. എന്നാൽ കോയിപ്രം പഞ്ചായത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു. ഈ പ്രദേശങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെറുവള്ളങ്ങളിലെത്തിയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് പോകുന്നവർക്ക് ഭക്ഷണ കിറ്റുകൾ നൽകുന്നുണ്ടെന്ന് കോയിപ്രം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ ആർ പറഞ്ഞു. പ്രളയഭീതി വിട്ടൊഴിയാത്ത തിരുവല്ല താലൂക്കിൽ ഉൾപ്പെടുന്ന കോയിപ്പുറത്തെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ജയ ആർ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. തിരുവല്ല താലൂക്കിൽ ഇപ്പോഴും ക്യാമ്പുകളുള്ള കോയിപ്പുറം പഞ്ചായത്തിൽ എന്തൊക്കെ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ കോയിപ്പുറം ഗ്രാമപഞ്ചായത്തില് ഏകദേശം 19 ക്യാമ്പുകളോളം ഉണ്ടായിരുന്നു. എല്ലാ ക്യാമ്പുകളിലും ഞങ്ങളുടെ കോയിപ്പുറം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തില്, അത് കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാ ക്യാമ്പുകളിലും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങള് പൊതിച്ചോറുകളും എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട്. പല ക്യാമ്പുകളിലും ഒരു ആഹാരം തന്നെ വെച്ച് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അല്ലാത്തടത്ത് നമ്മൾ എന്നും ഫുഡ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഫുഡ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ FHCയുടെ ഭാഗമായിട്ട് മെഡിക്കൽ ഓഫീസർമാർ അവരുടെ ക്യാമ്പുകൾ സന്ദർശിച്ചിട്ട് അവർക്ക് ആവശ്യമായ മെഡിസിൻസ്, അവർക്ക് ആവശ്യമായ പരിചരണം എല്ലാം ശക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾ രാഷ്ട്രീയം ഒന്നും നോക്കിയിട്ടില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഭരണസമിതി അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു. ഇതുവരെ ചില ക്യാമ്പുകളിൽ മാത്രം ആളുകൾ പോയിട്ടുണ്ട്. ഇപ്പോഴും ക്യാമ്പിൽ ആൾക്കാരുണ്ട്. ഇന്നും ഞങ്ങളിപ്പോൾ ക്യാമ്പെല്ലാം സന്ദർശിച്ചിട്ടാണ് വരുന്നത്. ഒരു ബുദ്ധിമുട്ടും ആർക്കും ഇല്ല. നിലവിലെ എത്ര വാർഡുകളിലാണ് ഇപ്പോൾ ക്യാമ്പുകളൊക്കെ ഉള്ളത്? അത് 9, 10, 11, 12, 16, 18 ഇത്രയും വാർഡുകളിലാണ് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കത്തിന്റെ പ്രളയത്തിൻ്റെതായ ദുരിതക്കെടുതികൾ ഉണ്ടായത്. അത് ഒരു പത്രത്തിലൊക്കെ വന്ന 6ാം വാർഡൊക്കെ ഉണ്ടായത്. 6ാം വാർഡില്ല, എൻ്റെ വാർഡാണ്, ഞാൻ മത്സരിച്ച വാർഡാണ്. 6ാം വാർഡിലൊക്കെ എല്ലാവരും സുരക്ഷിതരാണ്. 1 മുതൽ 8 വരെ വാർഡുകൾ സുരക്ഷിതമാണ്. 9 തൊട്ടുള്ള വാർഡുകളിലാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അവിടേക്ക് ഇപ്പം നമുക്ക് ആൾക്കാരൊക്കെ ഒറ്റപ്പെട്ട് കഴിയുന്ന അവസ്ഥയുണ്ടോ? മറ്റേ നിങ്ങൾക്കൊക്കെ അവിടെ എത്തിച്ചെല്ലാൻ കഴിയുന്നൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് എത്തിപ്പെടാൻ വളരെ വിഷമമുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ വള്ളങ്ങളിലും ബോട്ടുകളിലും ഒക്കെ ചെന്ന് അവിടെ അവർക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം എത്തിക്കുകയും അവരെ മാക്സിമം നമ്മൾ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ചിലര് ബലമായിട്ട് വരില്ല, നിർബന്ധം പിടിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ സാധന സാമഗ്രികളെല്ലാം എത്തിച്ചിട്ടുണ്ട്. അവർക്കുള്ള സുരക്ഷാ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട്. ക്യാമ്പുകളിൽ നിന്നും എത്തുന്ന വീടുകളിലൊക്കെ എത്തുന്നവർക്ക് പെട്ടെന്നുള്ള ഒരു ദുരിതാശ്വാസ എന്ന് വെച്ചാൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അപര്യാപ്തത, ബാക്കി അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അതൊക്കെ എന്തൊക്കെ ക്രമീകരണം? അതുകൊണ്ട് കുറച്ചു പേരൊക്കെ ക്യാമ്പുകളിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ട ക്ലീനിങ് ഉള്ള സൗകര്യങ്ങൾ നമ്മുടെ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ബ്ലീച്ചിങ് പൗഡർ അടക്കം അവരുടെ കിണറുകളും വീടുകളും വൃത്തിയാക്കാനുള്ള ബ്ലീച്ചിങ് പൗഡറൊക്കെ എത്തിച്ച് നമ്മളടക്കം നമ്മുടെ പഞ്ചായത്ത് അടക്കം അവിടെ ചെന്ന് ക്ലീനിങ്ങിലും അവർക്ക് മേൽനോട്ടം കൊടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. പിന്നെ ഈ കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ കുടുംബാംഗങ്ങളുടെ വിലപ്പെട്ട രേഖകൾ, ആധാർ, റേഷൻ കാർഡ്, അതിനൊക്കെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എന്തൊക്കെ ക്രമീകരണങ്ങളാണ്? തീർച്ചയായിട്ടും അങ്ങനെ അവരുടെ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടിട്ടുള്ളവരെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നമ്മൾ എന്തായാലും പഞ്ചായത്തിന് പേര് ചെയ്തു കൊടുക്കും. ഇപ്പം മുഖ്യമന്ത്രി റാന്നിയിലും വന്ന മറ്റേ അടിയന്തരമായിട്ട് 10,000 രൂപ ക്യാമ്പിലേക്ക് എത്തുന്നവർക്ക് അതിന്റെ എങ്ങനെയൊക്കെയാണ്? അതാത് ക്യാമ്പുകളിൽ നമ്മൾ ഈ ക്യാമ്പുകളിൽ വന്നിട്ട് വീട്ടിൽ വെള്ളം കയറിയവരുടെ ലിസ്റ്റ് നമ്മൾ എടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം മുഖ്യമന്ത്രിയുടെ സഹായം ലഭ്യമാക്കും. പിന്നെ ഒരു പഞ്ചായത്ത് അംഗത്തിന് 25,000 രൂപ വരെ അടിയന്തരമായിട്ട് ചെലവഴിക്കാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ? അത് ഞങ്ങളെ ഓരോ പഞ്ചായത്ത് അംഗങ്ങളും ഞങ്ങളിപ്പം ക്യാഷിന്റെ കാര്യവും നോക്കാതെ തന്നെ നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാവുന്ന ഹെൽപ്പുകൾ ഞങ്ങൾ ഓരോ പഞ്ചായത്ത് അംഗങ്ങളും ചെയ്തിട്ടുണ്ട്. വില്ലേജിന്റെ കെയർ ഓഫിലാണെങ്കിലും പഞ്ചായത്തിന്റെ കെയർ ഓഫിലാണെങ്കിലും വ്യക്തിപരമായ രീതിയിൽ ഞങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യുന്നതായിരിക്കും. പമ്പാ നദിയിൽ നിന്ന് ഇപ്പം ജലനിരപ്പ് എങ്ങനെയുണ്ട്? താഴ്ന്ന് ഇന്നലെ ഇന്നുമായിട്ട് ഇത് മഴയൊക്കെ ആയിരുന്നല്ലോ. പമ്പാ നദിയിൽ ജലനിരപ്പ് താണിട്ടുണ്ട്. പലരും ക്യാമ്പിൽ നിന്ന് ഇപ്പൊ വീട്ടിലേക്ക് പോകുന്ന സ്ഥിതിയാണ് കണ്ടുവരുന്നത്. കുറച്ച് ആൾക്കാരുടെയൊക്കെ വീടിന് ചുറ്റും വെള്ളം ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ അവരൊക്കെ കുറെ പേര് ക്യാമ്പിലുണ്ട്. എന്ത് തന്നെയാലും ഞങ്ങളുടെ പഞ്ചായത്ത് അംഗങ്ങളുടെ ഒരു മേൽനോട്ടവും സുരക്ഷിതത്വവും ഞങ്ങൾ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തിരുവല്ല താലൂക്കിലെ ഈ പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലയാണ് ഈ കോയിപ്പുറത്തു നിന്നാണ് അങ്ങോട്ട് അപ്പർ കുട്ടനാട് മേഖലയായിട്ടുള്ള തിരുവല്ല താലൂക്കിലാണ് ഇപ്പൊ പ്രളയക്കെടുതി ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ടുള്ള. അവിടെ എല്ലാവിധ ക്രമീകരണങ്ങളും അഭയാർത്ഥികൾക്കും ക്യാമ്പിലുള്ളവർക്കും ഒക്കെ മികച്ച രീതിയിലാണ് കോയിപ്പുറം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൽകി മുന്നോട്ട് പോകുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.